നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എടുക്കുന്നില്ലേ? ഇല്ല. അക്കുച്ചേട്ടൻ വാ, ഞാൻ കൊണ്ടാക്കാം. വേണ്ട, നീ പൊയ്ക്കോ. ഞാൻ അവര് വന്നിട്ട് പൊയ്ക്കോളാം. അക്കുച്ചേട്ടൻ പറയുന്നൊന്ന് കേൾക്ക്. ഇനി അക്കുച്ചേട്ടൻ വെയിലത്ത് നിന്ന് തല കറങ്ങി വീഴും. വഴിയിൽ തോന്നിയ പോലെ ഇറക്കി വിട്ടിട്ട് പോയിട്ട് ഇപ്പൊ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. അക്കുച്ചേട്ടൻ വന്നേ. ഇനിയിപ്പോ ചീഫ് എഞ്ചിനീയർ വിളിച്ച ബൈക്ക് എടുത്തെന്ന് കാണാലോ. വാ, ആലോചിക്കാനൊന്നുമില്ല. അക്കുച്ചേട്ടൻ വന്നേ. വാ, വരാൻ. അക്കുച്ചേട്ടൻ മാഡം, ആകാശ് സാറ് പൊരി വെയിലത്ത് നിന്ന് കരിഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനെയാണോ? മുന്നിലാരെ പോന്നെ നോക്കി. സർവേക്കോ അയാള് വൈഫിനെയും കൂട്ടി കറങ്ങുവാണല്ലോ. നമ്മളെ വെയിറ്റ് ചെയ്യാതെ കെട്ടിയോളെ വിളിച്ചു വരുത്തി നാട് ചുറ്റി കറങ്ങുക. സതീഷേട്ടാ, വണ്ടി കുറച്ച് അടുപ്പിച്ചേ. അടുത്ത റൈറ്റ് നമ്മുടെ ഓഫീസിലേക്കല്ലേ? അതെ മാഡം. എന്നാ വഴി പോ. ശരി മാഡം. മാഡം, ഞാനെടുത്ത ഫോട്ടോയും വീഡിയോ ഒക്കെ അയച്ചു തരാം. ശരി, ആവശ്യം വരും. അമ്മേ. മോനെ എവിടെയാ? നിനക്ക് സുഖമല്ലേടാ? എന്ത് സുഖമേ? എന്താടാ മോനെ നീ അങ്ങനെ പറഞ്ഞേ? വേറെ എങ്ങനെ പറയണം? ഇവിടെ ഒരു മിനിറ്റ് പോലും റെസ്റ്റ് ഇല്ല. ജോലി ജോലി ജോലി, അതാണ് എന്റെ അവസ്ഥ. അമ്മ എന്തൊക്കെയാ പറഞ്ഞേ? രാജാവിനെ പോലെ സുഖമായിട്ട് ജീവിക്കാന്ന്. ഞാനിപ്പോഴേ ഇവിടെ കാർ സെന്ററിൽ കാർ എഴുതിക്കൊണ്ടിരിക്കുക. നല്ല സുഖ. എടാ മക്കളെ, നിന്നെ കുറിച്ച് ഓർത്തിട്ട് അമ്മയ്ക്ക് ഒരു സമാധാനം ഇല്ലടാ. എടാ, മറ്റാർക്കും ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ അവര് ചിന്തിക്കില്ലേ ഈ വാടക കൊടുക്കാനും കഴിക്കാനും ഒക്കെ നിനക്ക് കാശ് എവിടുന്നാണെന്ന്. സംശയം വന്നാ പിന്നെ നിന്നെ പറ്റി അന്വേഷിക്കും, നിന്നോട് ചോദ്യങ്ങൾ ചോദിച്ചോണ്ടേയിരിക്കും. എല്ലാം ഞാൻ ആലോചിച്ചതിന് ശേഷമാ നിന്നോട് ജോലിക്ക് പോകാൻ പറഞ്ഞത്. എടാ മക്കളെ, ഈ കഷ്ടപ്പാടൊക്കെ കുറച്ചു കാലത്തേക്കല്ലേ. നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിട്ടല്ലടാ അമ്മ എപ്പോഴും ഈ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? എടാ, ആരടാ സംസാരിച്ചേ? അതോ, അതിവിടുത്തെ സൂപ്പർവൈസറാ. ഉച്ചക്ക് സദ്യയുണ്ട്, 100 കറിയും 3-4 പായസവും കഴിക്കാൻ വിളിച്ചതാ. ആണോ? എന്നാ മോൻ വയറ് നിറച്ച് കഴിക്കണേ, ഒട്ടും ബാക്കി വെക്കരുത് കേട്ടോ. അയാള് ഞാൻ ഫോൺ ചെയ്ത് നിൽക്കുന്നതിനിട്ട് ചീത്ത വിളിച്ചിട്ട് പോയതാ. അതെ, പിന്നെ മാഷ് വരാൻ സമയായി. അമ്മ പിന്നെ വിളിക്കാമേ. ശരി. ഇയാളെ ഞാൻ